ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രേയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ദൈവം അനുവാദം തരുന്ന ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസനെ വിനയപ്പെട്ട് വീണ്ടും ദൈവകരുണയ്ക്ക് വേണ്ടി കൃപയ്ക്ക് വേണ്ടി ചോദിച്ച് നിങ്ങളോടൊന്നിച്ചായിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളുകളായി വേർഡ് ആൻഡ് പവർ എന്നുള്ള ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുറന്നും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ദൈവത്തിന് അനേകരെ വചനം കേട്ട് സന്തോഷം അറിയിക്കുന്നു. അനേകരെ പ്രാർത്ഥനയ്ക്കായിട്ടും കൗൺസിലിങ്ങിനായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയം കൂടെ പറയട്ടെ. എന്ന് വെച്ചാൽ ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ചോദിച്ച പ്രസംഗം കേട്ടോ? കേട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചു നമ്പർ എവിടെ കിട്ടി? അത് ഞങ്ങളെ ഇന്നടത്തുനിന്ന് ഇന്നാര് വിളിച്ച് പറഞ്ഞു, ഈ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്ന് പറയും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പം എത്ര! ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ, വേറെ ആഗ്രഹമൊന്നുമില്ല. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ ഇടയാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. മുന്നോട്ടുള്ള നാളുകളെ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതി കർത്താവ് പ്രസാദിക്കുന്ന വേല ചെയ്യാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശു ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് വീണ്ടും സ്ഥിരസന്നിധിയിലായിരിക്കാൻ, തിരുവചനം ധ്യാനിപ്പാൻ ഒക്കെ അവസരം തരുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ മാറ്റമില്ലാത്ത വചനം അത് എഴുതപ്പെട്ട ആത്മാവിൽ ഇന്ന് വീണ്ടും നിന്റെ ജനത്തിന് പകർന്നു കൊടുക്കാൻ ദൈവം എളിവന് വരം തരണം, കൃപ തരണം, ശക്തി തരണം, ബുദ്ധി തരണം, ഓർമ്മശക്തി തരണം, ദൈവിക വെളിപ്പാട് തരണേ. ആത്മാവിൻ്റെ ശക്തിയോടും ദൈവാത്മ നിറവിൽ നിർത്തിക്കാട്ട് കർത്താവേ. വചനം ശക്തിയാണ്, ജീവനാണ്. അതങ്ങനെ തന്നെ ജീവിതങ്ങളെ വിടിവിക്കട്ടെ. സ്വർഗം മഹത്വം എടുക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അവിടെ ഞാൻ ഓർപ്പിച്ച പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രവാചകൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അനുബന്ധങ്ങളാണ് ചിന്തിച്ചു വരുന്നത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്തൊരു പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലാണ് നമ്മൾ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അതങ്ങോട്ട് ചിന്തിച്ച് ധ്യാനിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ കൈവരികൾ ഇങ്ങനെ പടന്ന് അങ്ങോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നമ്മൾ മടങ്ങിവരവിൻ്റെ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത്. ഇന്ന് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോവേലിൻ്റെ പുസ്തകം 2:12-13 അതിനാധാരമായി ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം ഞങ്ങൾ മടങ്ങി വരേണ്ടത് ഞങ്ങളെ മടക്കി വരുത്തണേ, ഞങ്ങളുടെ പണ്ടത്തെ കാലം ഞങ്ങൾക്ക് മടക്കി തരണേ. ഹൃദയത്തിൻ്റെ ആടിൽ നിന്നുള്ള ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയായിരുന്നു നമ്മൾ ചിന്തിച്ചു വരുന്നത്. എന്തിലേക്ക് മടങ്ങി വരണം, എന്തിനൊക്കെ മടങ്ങി വരണം, അല്ലേ? അത് നമ്മളിങ്ങനെ ഇതിൻ്റെ വിവിധ വശങ്ങളാണ് ഞാൻ ധ്യാനിച്ചു വരുന്നത്. എങ്കിലേക്ക് ദൈവമേ, നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ആലോചന വേറൊരു പ്രവാചകൻ ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഇന്ന് ചിന്തിക്കാം. അതാണ് യോവേലിൻ്റെ പ്രവചനം 2:12. എന്താ വാക്യം? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരിവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ, ഞാൻ നേരത്തെ തിരിച്ചു വരവിൻ്റെ ഒരു ആവശ്യം, അല്ലേ? ഇവിടെയും ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ആവശ്യം ഉണ്ടായത് എന്താ? ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, അകന്നുപോയി. ദൈവത്തിൽ നിന്ന് അകന്നപ്പം ദൈവത്തിൽ നിന്നുള്ള നോട്ടവും മാറി. ലുക്ക് അൺ ടു ജീസസ്. മാറി. യേശുവിലേക്ക് നോക്കാനുള്ള നോട്ടമൊക്കെ ശ്രദ്ധ മാറിപ്പോയി. എന്ന് പറയുമ്പോൾ നോട്ടം മറ്റ് പലതിലേക്കും ആയിപ്പോയി. ജീവിത ലക്ഷ്യം, മുൻഗണന എല്ലാം മറ്റ് പലതിലായി.
ഇവിടെയാണ് തകരാറ്. ദൈവമേ കരുണ ചെയ്യണേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? തിരിച്ചു വരുമ്പോൾ ചില നിബന്ധനകൾ പ്രവാചകൻ ഓർപ്പിക്കുക. എന്താ? ഉമ്മാതിരുന്നാ പോരാ, പൂർണ്ണ ഹൃദയത്തോടെ വരണം, മടങ്ങി വരണം, ഉപവാസത്തോടും മടങ്ങി വരണം, കരച്ചിലോടെ മടങ്ങി വരണം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. എന്ന് വെച്ചാൽ എന്നാ? പകുതി ഭക്തി പകുതി ലോകം. അങ്ങനെയല്ല, പൂർണ്ണ ഹൃദയത്തോടെ മുഴുവനും ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തെങ്കിലും അർപ്പിച്ചുകൊണ്ട് മടങ്ങി വരുന്ന ഒരനുഭവം. ഉപവാസത്തോടെന്ന് വെച്ചാൽ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തോടെ. കരച്ചിലോടെന്ന് വെച്ചാൽ കരച്ചിലോടും വിലാപത്തോടെന്ന് വെച്ചാൽ എന്നറിയാമോ? തകർന്ന മനസ്സോടും ഉടഞ്ഞ ഹൃദയത്തോടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ. അതാ ദൈവം ഓർപ്പിക്കുന്നു വെച്ചാൽ എന്നാന്നറിയാം, മെക്കാനിക്കലായിട്ടുള്ള ഭക്തിയല്ല, അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ദൈവത്തിന്റെ സന്നിധി. ഇവിടെ പ്രവാചകൻ ഓർപ്പിച്ചില്ലേ, വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഹൃദയങ്ങളെ കീറി മുറിക്കുന്ന വേദനയോടെ ദൈവസന്നിധി വരണം. മനസ്സിലായോ? ഇന്ന് പറ്റിയിരിക്കുന്ന വലിയൊരു വിപത്ത് അതാ, മെക്കാനിക്കലായി പോയി. എല്ലാം ഉണ്ട്, പക്ഷെ വേണ്ടതില്ല. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ഒക്കെ ചിന്തിക്കുമ്പോൾ പലതും കൈമോശം വന്നുപോയി, നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇങ്ങനെ പോകുന്ന ഒരു പരുവത്തിലെന്ന് പറയത്തില്ല, അതുപോലെ. അങ്ങനെയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമുക്ക് മടങ്ങി വരണം പൂർണ്ണ ഹൃദയത്തോടെ ദൈവം പ്രസാദിക്കുന്ന അനുഭവത്തിൽ. കരച്ചിലോടും നിലവിളിയോടും എന്ന് പറഞ്ഞല്ല, ദൈവസ്ഥനിൽ നിന്ന് അന്യപ്പെട്ടു പോയതിലുള്ള ഒരു വേദന ഉണ്ടാകണം കേട്ടോ. രോഗം വരുമ്പോഴും മറ്റു ബുദ്ധിമുട്ട് വരുമ്പോഴും കരയുന്ന കരച്ചിലല്ല, ദൈവസ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആത്മഭാരം. ദൈവമേ അന്യപ്പെട്ടു പോയല്ലോ, പല അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയല്ലോ, കരുണ ചെയ്യണേ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ കഴിയുമോ? നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വരാൻ ദൈവം ആവശ്യപ്പെടും. വസ്ത്രങ്ങളെ കീറുന്നതിനെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ യഹൂദ ചരിത്രത്തിൽ കാര്യങ്ങളുണ്ട്, അവിടോട്ട് ഇപ്പം വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അങ്ങനെയുള്ളതൊന്നുമല്ല, ബാഹ്യമായതൊന്നുമല്ല, അന്തർഭാഗത്തിൽ ഹൃദയങ്ങളെ കീറി വലിയ വേദനയോടെ ദൈവസന്നിധിയിൽ അടുത്ത് വരാൻ കഴിയണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് വിടുതലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, യെസ് ലോർഡ്, മുന്നോട്ട് അങ്ങേ അനുസരിച്ച് ജീവിക്കാൻ എന്ന് പറഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൻ മഹാദയും കരുണയുള്ളവനാകൊണ്ട്. കരുണ കാണിക്കുന്ന ദൈവം, കോപം സംഗ്രഹിക്കുന്നവനല്ല ദൈവം. എന്നേക്കും കോപം സംഗ്രഹിക്കത്തില്ല. ആകാശം ഭൂമിക്ക് ഇത് ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ ദൈവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ആ ദൈവസന്നിധി നമുക്കട. അപ്പൊ ഈ മടങ്ങി വരവിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ മടങ്ങി വന്നാൽ ദൈവം കരുണ കാണിക്കും. മടങ്ങി വരവിനെ കുറിച്ച് അറിയുമ്പോൾ വളരെ മനസ്സിലാക്കുന്ന ഒരു സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം എല്ലാവർക്കും അറിയാം. ഒരപ്പന്റെ 2 മക്കളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ എടുത്ത് വായിക്കാൻ ശ്രമിക്കുന്നില്ല. 2 പുത്രന്മാരുണ്ടായിരുന്നു, മൂത്തവനും ഇളയവനും. ഇളയവൻ അപ്പനോട്, അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് മുതൽ പത്ത് കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ അവൻ സകലവും സ്വരൂപി ദൂരദേശിക്ക് അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, സകലവും നശിപ്പിച്ചു. ചിലവാക്കിയ ശേഷം ദേശത്ത് കടൽക്ഷാമം വന്നു. ഒന്നും കിട്ടാഞ്ഞിട്ട് പന്നികളെ മേയിക്കുന്ന പണികളിലേക്കൊക്കെ പോയി എന്നൊക്കെ അവിടെ നമ്മൾ വായിക്കും. അവിടെ പോലും അവന് ആഹാരം ലഭിച്ചില്ല കേട്ടോ. അവിടെ കിടന്നപ്പം ആണ് അവനൊരു സുബോധം വന്നു. എന്തുവാ, അപ്പൻ്റെ വീടിനെ കുറിച്ചൊരു ഓർമ്മ.
എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ തിന്ന് തൃപ്തരാകും, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ താഴെയുണ്ട് കേട്ടോ, 17-ാം വാക്യം. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. Then he made a decision. I will rise. ഞാൻ എഴുന്നേക്കും, എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവും. ഇതാണ് തീരുമാനം. അപ്പൊ ഇതിൻ്റെ ഈ തീരുമാനത്തിൻ്റെ വശത്ത് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കും. മനോഹരമായ ജീവിതത്തെ അന്തരീക്ഷങ്ങളിൽ നിന്ന് വിട്ടുപോയി താൽക്കാലിക സുഖത്തിന് വേണ്ടി. ഇതെല്ലാം പോയി. ഇങ്ങനെ താൽക്കാലിക സുഖത്തിന് വേണ്ടി പോകുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം, ശരിയാകത്തില്ല കേട്ടോ. A time will come when nobody can help you. ഒരുത്തനും സഹായിക്കാൻ കഴിയാത്തൊരു സന്ദർഭം വരും. ഇവിടെ ഇവന് സുബോധം വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ചിലർക്ക് സുബോധം വരണം, ഈ ചില മേഖലയിലൊക്കെ ദൈവം ക്ഷാമം വരുത്തണം, എന്നാലേ ചിലർ ദൈവത്തെ കാണും. അതിനൊന്നും നോക്കിയിരിക്കല്ലേ. 2, അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ബോധം വരണമെങ്കിൽ സുബോധം വരണം. അപ്പോൾ സുബോധമില്ലായ്മയാണ് നിത്യനായ ദൈവത്തിൻ്റെ കാര്യപരിപാടിയെക്കുറിച്ചുള്ള ബോധമില്ലാതെ അനേകർ നശിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഭവനത്തിൽ ദൈവകൃപയിലേക്ക് വരാത്തവർക്ക് വേണ്ടി ആ ദൈവകൃപ ലഭിച്ചവർ പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു ഭവനത്തിൽ ഒരാളെങ്കിലും പ്രാർത്ഥിക്കുന്ന ആളുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ദൈവം കരുണ കാണിക്കും. അതൊക്കെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആയിട്ട് നമ്മൾ വായിച്ചിരിക്കുമ്പോൾ ഇവനെ എഴുന്നേറ്റ് നിന്നിട്ട് അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണേ എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേൽക്കുക. എൻ്റെ 20-ാമത്തെ വാക്യം വളരെ സന്തോഷം തരുന്നൊരു വാക്യം കേട്ടോ. 15-20, ലൂക്കോസ് 15-20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. എന്തോ ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത്. 3 അല്ല, ഒരു കാര്യം കൂടെ അതിനകത്തുണ്ടായിരുന്നു. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ കൂടെ ആക്കണേ എന്ന് പറഞ്ഞ് അവർ ചിന്തിച്ചുകൊണ്ട് പോകുന്നത് അവിടുന്ന്. പക്ഷെ അത് പറയാൻ അപ്പൻ അനുവദിച്ചില്ല. അതിന് മുമ്പേ കെട്ടിപ്പിടിച്ചു. എൻ്റെ മകനെ വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഓഹ്, വണ്ടർഫുൾ. സ്നേഹനിധിയായ പിതാവ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുടിയൻപുത്രൻ എന്ന അവനെ എല്ലാവരും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അവരുടെ കഥ പറയാനല്ല കർത്താവ് ഇതുവരെ. സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ കഥയാണ്, ഒരു സംഭവമാണ്. മനസ്സിലായോ? സ്നേഹിക്കുന്ന ഒരു പിതാവ്, തെറ്റ് ചെയ്തെന്ന് ഞാൻ തള്ളിക്കളയാത്തൊരു പിതാവ്. മടങ്ങി വരാൻ മനസ്സുണ്ടോ? മടങ്ങി വന്നാൽ പിന്നെ എന്താണെന്നറിയാമോ അവിടെ സംഭവിച്ചെന്നാ? അവനെ സ്വീകരിച്ചു. ആ സംഭവം അവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലേ. സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചു. എന്തോ പറഞ്ഞു ദാസന്മാരോട്, മേത്തരമായ എങ്കി കൊണ്ടൊന്ന് ഇവനെ ധരിപ്പിപ്പീൻ, നിന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് വിടുവിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടൊന്ന് അറുപ്പീൻ, നാം തിന്ന് ആനന്ദിക്കുക, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയൊരു നിദാനമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. തെറ്റ് ചെയ്തു പോയ ആ വ്യക്തി, ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ വ്യക്തി മടങ്ങി വരാൻ മനസ്സ് വെച്ചപ്പോൾ അവനെ ആദരിക്കുന്നൊരു പിതാവ്, സ്നേഹത്തോട് ഉൾക്കൊള്ളുന്നൊരു പിതാവ് മാത്രമെന്നോ അവനെ ബഹുമാനിക്കുക. അവൻ്റെ കാലിന് ചെരുപ്പ്, കൈക്ക് മോതിരം, മേൽത്തരമായ അങ്കി, ഇതെല്ലാം കൊടുത്താണ് ബഹുമാനിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താ ഇവിടുത്തെ മെസ്സേജ്? എന്നാ? മടങ്ങി വന്നാൽ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ നിന്റെ തെറ്റുകളെ ഒന്നും ഓർക്കാതെ സ്വീകരിക്കുന്നൊരു പിതാവ് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹനിധിയായ പിതാവാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. എത്ര ഗംഭീരമായ സ്വീകരണം അല്ലേ? ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ ദുഃഖിപ്പിച്ച ഒത്തിരി സന്ദർഭങ്ങളില്ലേ? സ്വന്തം ഹിതത്തിനും താല്പര്യത്തിനും വേണ്ടിയൊക്കെ ജീവിച്ച അവസരങ്ങളില്ലേ? മടങ്ങി വരാൻ ദൈവം ആവശ്യപ്പെടുന്നു. ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ദൈവിക ബന്ധങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോയി, താൽക്കാലിക രസങ്ങളിൽ, താൽക്കാലിക സുഖങ്ങളിൽ
രസിച്ച് ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നിൽക്കുന്ന ചിലരുണ്ടല്ലോ. അവരുടെ വിഷയങ്ങളെ മേൽ ഇടപെടാൻ ദൈവം മതിയായവനാണ്. മടങ്ങി വരാൻ മനസ്സുണ്ടോ? കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇളയ മകൻ, സകലവും നഷ്ടപ്പെട്ടവൻ, എൻ്റെ അപ്പൻ്റെ ഭവനം, ഫാദേഴ്സ് ഹൗസ്, ദാറ്റ് ഈസ് അവർ ഹോപ്പ്. വിശ്വസിക്കുന്നവൻ മടങ്ങി വരണം, അംഗീകരിക്കുന്നവൻ മടങ്ങി വരണം. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുന്നവനെ ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്ക് മടങ്ങി വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. അപ്പൻ്റെ ഭവനത്തിലേക്ക്, ദൈവിക ഭവനത്തിലേക്ക്, ദൈവിക സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാനിട. എന്ന് മാത്രമല്ല, വേറൊരു മടങ്ങി വരവ് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാം, അവനോട് മടങ്ങിപ്പോവാൻ. ആരോടാ? യാക്കോബിനോട് ദൈവം പറഞ്ഞു. യാക്കോബ് ആരാ? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം തെരഞ്ഞെടുത്തൊരു മനുഷ്യനാണ്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾ ജനിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം ഇന്നറിയണതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് സംഭവം. കാരണം വലിയൊരു ജാതി ഇവനിൽ നിന്ന് പുറപ്പെടാൻ ദൈവം പ്ലാൻ ചെയ്തൊരു വ്യക്തിയാണ് യാക്കോബ്. പക്ഷെ എന്തു പറ്റി? ആയുസിന്റെ നല്ല ഭാഗം അമ്മ അവന്റെ വീട്ടിൽ ആടിനെ മേയിച്ച് കളയുക. അതിൻ്റെ കൂടെ 2 പെൺപിള്ളേർക്ക് വേണ്ടി വർഷങ്ങൾ കളയുക. ദൈവനോട് ഇടപെട്ടു. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കണം, വായിക്കുന്നവരാ എന്നാലും. And when God realized that his days are getting spoiled, അവൻ്റെ ദിവസങ്ങളിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ അവനോട് ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, "Arise, go to bed." മടങ്ങിപ്പോ അല്ലേ? ഇടയ്ക്ക് ഇച്ചിരി ചിന്തയൊക്കെ യാക്കോബിനും വരുന്നുണ്ട്. എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാനിപ്പോൾ കരുതുമെന്നൊക്കെ ഇതിനിടയ്ക്ക് വാക്യങ്ങളുണ്ട്. ദൈവം ഇടപെട്ടു അല്ലേ? പക്ഷെ ഇതിന്റെ പശ്ചാത്തലം എന്നാ? എന്താ ഇതിന്റെ പശ്ചാത്തലം? എങ്ങനെയാണ് ഇവിടെ അമ്മാവൻ്റെ വീട്ടിൽ വന്നത്? അപ്പനെ ഭയന്ന്, ജ്യേഷ്ഠനെ ഭയന്ന് ഒരു ദിവസം ഓടിയതാ വീട്ടിൽ നിന്ന്. തെറ്റ് ചെയ്തു. അപ്പൻ ജ്യേഷ്ഠന് കിട്ടേണ്ട അനുഗ്രഹമൊക്കെ കള്ളത്തരത്തി വാങ്ങിച്ചെടുത്തു. നീ ജ്യേഷ്ഠൻ വരുന്നത് കോപത്തോട് വന്ന് എന്നെ കൊന്നുകളയാതിരിക്കാൻ അപ്പൻ അറിഞ്ഞാലും പ്രശ്നമാണ് ഉണ്ട്, ഓടിപ്പോവുക. അങ്ങനെ അവൻ ബർശേബ മരുഭൂമിയിൽ കൂടെ വരുമ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സൂര്യൻ അസ്തമിച്ച മരുഭൂമിയാ. അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ കുറ്റി ഇരുട്ടല്ലേ. ഉറക്കെ വിളിച്ച ഓളി കേൾക്കുന്ന സ്ഥലം ഒരു മനുഷ്യനുമില്ല. ഭയത്തിന്റെ അന്തരീക്ഷം, തികഞ്ഞ ഏകാന്തത. അതിൻ്റെ ആ ഏകാന്തതയുടെ നടുവിൽ, ആ ഭീതിയുടെ നടുവിൽ അവിടെ കിടന്നൊരു കല്ലെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആകാശം മുട്ടിയ ഒരു ഗോവേണി, ദൈവദൂതന്മാർ അതിൽ കൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. സ്തോത്രം. അതിൻ്റെ അറ്റത്തു നിന്നുകൊണ്ട് യഹോവ അരുളി ചെയ്യുന്നു, ദൈവിക വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. അവനെ ധൈര്യപ്പെടുത്തി സംസാരിക്കുകയാണ്, വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. നേരം പുലർന്നപ്പോൾ യാക്കോബ് ഉണർന്നു. എന്ത് മനസ്സിലാക്കി? ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം അറിഞ്ഞൊരു മനുഷ്യനെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. രാത്രിയിലെ ഏകാന്തതയുടെ നടുവിൽ അവനെ പരിപാലിക്കാൻ ദൈവം ദൂതന്മാരെ അയക്കുന്നവനാ കേട്ടോ. ഏതേകാന്തതയുടെ നീ ദൈവത്തിന്റെ കാര്യപരിപാടിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തള്ളിക്കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നേരം എടുത്ത് എഴുന്നേറ്റു, തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്തു. ജനസീസ് 28-18 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എണ്ണയൊഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ സ്ഥലത്തിന് അവനൊരു പേരും കൊടുത്തു, ബെഥേൽ. ബെഥേൽ. നേരത്തെ ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നു. ലൂസ്. അനവധിയായ വാഗ്ദത്തങ്ങളും കൊടുത്തു. ദൈവവാഗ്ദത്തങ്ങൾ എത്ര നന്മയുള്ളതാണ്, അനുഗ്രഹമുള്ളതാണ്. ചില നേർച്ചകൾ തരുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ വായിക്കാൻ സമയമില്ല. എന്താ നേർച്ച ആണെന്ന് അറിയാമെന്നറിയാം. ഞാൻ പോകുന്ന വഴി എന്നോടുകൂടെ ഇരിക്കുകയും 28 കേട്ടോ.
അത് എന്നെ മടക്കി വരികപ്പൻ്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തുകയും ചെയ്താൽ നിന്നൊക്കെ ഞാൻ ചെയ്യും, ഞാൻ നിനക്ക് ആലയം പണിയും, ഞാൻ എനിക്ക് തരുന്നതിലൊക്കെ 10 ഞാൻ ദശാംശം തരും എന്നൊക്കെ പറഞ്ഞ് കുറേ ചില നേർച്ചയൊക്കെ നേർന്നു വെച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ലാബാന്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ സമൃദ്ധിയുടെ നടുവിൽ ചെന്നപ്പോ എല്ലാം മറന്നു അല്ലേ? ദൈവം എന്തിയെ? എല്ലാം പേരിലായി നിൽക്കുക. താൽക്കാലിക സന്തോഷങ്ങളും രസങ്ങളിലും ശ്രദ്ധ വെച്ച് നീങ്ങുക. ദൈവത്തോട് പറഞ്ഞതൊക്കെ മറന്നുപോയി. ഇവിടെയാണ് ദൈവം ഇടപെടുന്നത്. Now Jacob, arise, go back. മടങ്ങിപ്പോ. ദൈവം വെളിപ്പെട്ട സ്ഥലം, ദൈവത്തിന് യാഗപീഠം പണിഞ്ഞ സ്ഥലം, ദൈവാരാധന നടത്തിയ സ്ഥലം അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം. ഗോ ബാക്ക് ടു ദ പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവിക ആരാധനയിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ദൈവിക വാഗ്ദത്തങ്ങൾ ഉൾക്കൊള്ളുന്നതിലേക്ക് മടങ്ങിപ്പോവാൻ ദൈവം ചിലരോട് ആവശ്യപ്പെടുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ ചിലതിനെ മടക്കിയെടുക്കാൻ ഈ മണിക്കൂറുകളിൽ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേൽപ്പിച്ചാൽ ദൈവം നിന്നെ കൈവിടത്തില്ല കേട്ടോ. സ്തോത്രം. മടങ്ങി വരാൻ കഴിയുമോ? താൽക്കാലിക സുഖങ്ങളിൽ, താൽക്കാലിക ഭോഗങ്ങളിൽ, ഭൗതിക ഉല്ലാസങ്ങളിൽ, ഭൗതിക നന്മകളിലൊക്കെ ദൈവത്തെ മറന്ന് ദൈവികമായിട്ടുള്ള ഉടമ്പടികളെ തെറ്റിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളും മടങ്ങി വരാൻ ദൈവം ആലോചന തരും. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചാൽ ദൈവം കൈവിടത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാലത്ത് ദൈവത്തിന്റെ സ്നേഹമൊക്കെ അനുഭവിച്ചു അതിനെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ അല്ലേ? ദൈവകരുണ അനുഭവിച്ചതല്ലേ? പിന്തിരിഞ്ഞു നോക്കിക്കേ. Where are you today? ഇന്ന് എവിടെ ആയിരിക്കുന്നു? Are you with the relation? കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയുണ്ട്? സ്തോത്രം. വളരെ ദുഃഖം എന്ന് പറയട്ടെ, ഒരു വേദപുസ്തകം കൊണ്ട് നടക്കാൻ പലർക്കും ഇന്ന് മടിയാണ്. അങ്ങനെ ചെയ്യുന്നവർക്കായി സ്തോത്രം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവവാക്തം. അതെ, ശ്രദ്ധിക്കാം. നമുക്ക് മടങ്ങി വരാം. കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ഭൗതികമായ ചിന്തകളിൽ രസിച്ച് ജഡീകനായി ജീവിച്ച് അവസാനിക്കാനല്ല, ദൈവം വെച്ച വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ, മടങ്ങി ദൈവത്തിലേക്ക് വരാൻ, ദൈവഭക്തിയുടെ മർമ്മം മനസ്സിലാക്കി രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ജീവിത വിശുദ്ധിയിൽ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റുവാങ്ങി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ നേർച്ച് ജീവിതത്തെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിന്റെ പൂർണ്ണതയിലെത്താൻ ദൈവം ചിലരെ വിളിക്കുന്നു. മടങ്ങി വരുമോ? നീ അന്യദേശത്ത് ലാബാന്റെ വീട്ടിൽ പാർക്കേണ്ടവനല്ല, ആടുമാടുകൾക്ക് വേണ്ടി ജീവൻ കളയേണ്ടവനല്ല, താൽക്കാലികമായ ചില വ്യക്തികൾക്ക് വേണ്ടി, ചില സന്തോഷങ്ങൾക്ക് വേണ്ടി ആയുസ് കളയരുത്. Come back to the reality. യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരുന്നു. റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ലോർഡ് ജീസസ്. യേശു കർത്താവുമായിട്ടുള്ള ആ നല്ല കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാൻ കർത്താവേ ഞങ്ങളെ മടക്കി വരുത്തണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവിക കൂട്ടായ്മയിലേക്ക്, ദൈവിക ബന്ധത്തിലേക്ക്, ദൈവിക ആരാധനയിലേക്ക്, ദൈവ അനുഗ്രഹങ്ങളിലേക്ക് മടങ്ങി വരാൻ. മോറോവർ അതിനൊക്കെ ഉപരിയായി ദൈവം നമ്മെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരെ കുറിച്ച്, നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കും. ഒരു കാലത്ത് ചില നേർന്നതല്ലേ? ഇന്നെവിടാ? ശാന്തമായിട്ടൊന്ന് പരിശോധിച്ച് എന്ന് ചിലതൊക്കെ എടുത്തു പറയാൻ എനിക്ക് മനസ്സിൽ പ്രേരണ വരുന്നുണ്ട്. പറയുന്നില്ല. അവരവർ ചിന്തിച്ചോ. ഒരു കാലത്ത് ദൈവസന്നിധി ചില തീരുമാനങ്ങൾ എടുത്തവര് ഇന്ന് അവിടെ നിന്നൊക്കെ വിദൂരതയിലായിരിക്കുന്ന ചില മണ്ഡലങ്ങളിലായിരിക്കുന്നവരോട് ദൈവം പറയുന്നു, കം ബാക്ക് മടങ്ങി വരാൻ. ദൈവമേ എന്നെ കരുണ കാണിക്കണേ, എന്നോട് കരുണ കാണിക്കണേ, ഞാൻ മടങ്ങി വരാൻ കർത്താവെ എന്നെ സഹായിക്കണമേ, എന്നെ ഒന്ന് കൈപിടിച്ച് നടത്തിക്കോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ മനസ്സ് വെച്ചാൽ യു നെവർ നോ, നിനക്ക് വലിയൊരു അനുഗ്രഹം മുമ്പിലുണ്ട്. യാക്കോബിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ മുന്നോട്ടുള്ള ജീവിതാനുഭവങ്ങൾ അവനെ ദൈവം ഒരു പുതിയ വ്യക്തിയാക്കി, യാക്കോബിനെ ഇസ്രായേലാക്കി, അവനൊരു പുതിയ ലേബൽ കൊടുത്ത് അവനെ കൂടെ വലിയൊരു ജാതിയെ ഭൂമിയിൽ ദൈവം ആമേൻ നൽകി. ദൈവത്തിന് സ്തോത്രം. 12 ഗോത്രങ്ങളിൽ കൂടെ നൽകിയതൊക്കെ അങ്ങോട്ട് കിടക്കട്ടെ. ദൈവത്തിന് ഇന്ന് ഈ മണിക്കൂറുകളിൽ 1 മിനിറ്റ് കർത്താവേ എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം, താൽക്കാലികമായ സന്തോഷങ്ങളിൽ, ലോകത്തിന്റെ സുഖങ്ങളിൽ ഞാൻ അസ്തമിച്ചു പോകാതെ, ദൈവം തന്ന നന്മകളിൽ ആമേൻ മതിമറന്ന് ദൈവത്തെ മറന്നു കളയാതെ മടങ്ങി വരാൻ എനേബിൾ മീ ലോർഡ്, എന്നെ സഹായിക്കണമേ.
ദൈവഹിതം എന്നിൽ പൂർണ്ണമായി നിവർത്തിക്കപ്പെടാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മനസ്സ് വയ്ക്കുമോ? എനിബഡി വചനം കേൾക്കുന്ന ഏർപ്പെട്ടവരുമേ ദൈവസന്നിധിയിലേക്ക് വാ. നീ അറിയാത്ത സന്തോഷം, സമാധാനം, ദൈവകൃപ, ദൈവാനുഗ്രഹം ഉണ്ടാകും. നിന്റെ തലമുറയും ദൈവം അനുഗ്രഹം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? പ്രാർത്ഥിക്കുമോ? കണ്ണുകളടയ്ക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ധന്യവും മഹത്വമുള്ള നാമം താവേ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ഈ മണിക്കൂറുകളിൽ നീ ആലോചന നൽകിയ ദൈവവചനത്തിനായി സ്തോത്രം. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടെ, കണ്ണുനീരോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ, ആമേൻ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസേനയിൽ അടുത്ത് വന്ന് വിധേയപ്പെടുവാൻ കർത്താവ് ആലോചന തന്ന വ്യക്തി ജീവിതങ്ങൾ, ആമേൻ, നിന്റെ വചനം നൽകിയ എല്ലാവർക്കായി സ്തോത്രം. കർത്താവ് ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ ആ വചനം ചെന്ന് വീണോ അവരെയൊക്കെ ദൈവം വിടിവിച്ച് സഹായിക്കണമെന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള നിന്റെ വചനം ക്രിയ ചെയ്യണം. കർത്താവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിത ഭാരങ്ങളിൽ ദുഃഖിക്കുന്ന അനേകരുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ വിടുതലായി തീരണം കൃപയുടെ കരങ്ങളിൽ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ കരുണ ദേശത്തിന്റെ മേൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, സ്വർഗത്തിലെ സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ അധികാരത്തിൽ പിന്നെയും കർത്താവെ പ്രാർത്ഥിക്കട്ടെ. എന്നിന്റെ നാമം മഹത്വപ്പെടണമേ. ദൈവത്തിന്റെ തേജസ് രാഷ്ട്രത്തിന്റെ മേൽ ഇറങ്ങി വരണം, ലോകത്തിൽ ഇറങ്ങി വരണം. ഒരു വലിയ ആത്മീയ ഉണർവിനെ ദൈവം അയക്കണം. കർത്താവെ, മടങ്ങി വരട്ടെ അനേകർ. കർത്താവെ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.